സോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ടെക് ലയർ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസ് കണ്ടപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു മീൻ കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്ന കണ്ടപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റ് മനസ്സിലായി കാണും. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ്. അതായത് ഗ്ലാസ് ബോട്ടിൽസ് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ടെക് വീഡിയോ അല്ല, പക്ഷേ ക്രാഫ്റ്റും അതുപോലെ ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും. ഇപ്പോൾ ഇത് 2 ഗ്ലാസ് ബോട്ടിൽസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ഇതെങ്ങനെ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് കണ്ടിച്ചെടുക്കാം. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരേ ഒരു ഗ്ലാസ് ബോട്ടിലേ ഉള്ളൂ, പക്ഷേ നിങ്ങൾക്ക് പേടിയാണ് അത് കട്ട് ചെയ്താൽ അത് മാറി പൊട്ടി പോകുമോ എന്ന്. പക്ഷേ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. കറക്റ്റായിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ കുപ്പിയാണ്. ഞാൻ ഇവിടെ ഒരു ബിയറിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. 4 കുപ്പി എടുത്തിട്ടുണ്ട്. 4 നമുക്ക് കട്ട് ചെയ്യാം. നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ സ്റ്റിക്കേഴ്സ് എല്ലാം റിമൂവ് ചെയ്ത് കറക്റ്റായിട്ട് ഒരു ഗ്ലാസ് മാത്രം വരുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ചെളിയും കാര്യങ്ങളൊന്നുമില്ല. കഴുകി മൊത്തത്തിൽ ഉണക്കിയെടുക്കണം. അകത്ത് വെള്ളം ഇരിക്കാൻ പാടില്ല. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തൊരു പീസാണ്. ഇതും ഇതുപോലെ ഒരു ബിയർ ബോട്ടിലാണ്. നമുക്കൊരു ഗ്ലാസ് പോലെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഹൈറ്റിലായിരിക്കും നമ്മൾ ഈ ഒരു കുപ്പീസ് എല്ലാം കട്ട് ചെയ്യാൻ പോകുന്നത്, ഈ ബോട്ടിൽസ് എല്ലാം കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ കട്ട് ചെയ്യുന്ന ഈ ഒരു ഗ്ലാസ് കട്ടർ ഉപയോഗിച്ചാണ്. ഇപ്പം ഗ്ലാസ് കട്ടറിൻ്റെ അറ്റത്തോട്ട് നോക്കുവാണെങ്കിൽ അവിടെ ചെറിയൊരു പോയിൻ്റ് കാണാൻ പറ്റും. ആ ഒരു പോയിൻ്റ് വെച്ച് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ ഒരു പോർഷൻ മാത്രം കട്ടായി പോകുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താ വേണ്ടിയെന്ന് വെച്ചാൽ ഒരു മെഴുകുതിരിയാണ്. അപ്പം ഈ ഒരു ബേസ്, അതായത് മെഴുകുതിരി വെച്ചിരിക്കുന്ന ഈ ഒരു പാത്രവും കട്ട് ചെയ്തെടുത്ത ഒരു ബിയർ ബോട്ടിലിൽ നിന്നാണ് ഒരു ലാമ്പും എടുത്തിട്ടുണ്ട് ആ ഒരു മെഴുകുതിരി കത്തിക്കാനായിട്ട്. അവസാനമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബക്കറ്റ് വെള്ളമാണ്. എന്തേലും വെള്ളം വേണമെന്ന് വെച്ചാൽ ഒരു ബിയർ ബോട്ടിലിൻ്റെ പകുതി ഒന്ന് മുങ്ങാൻ പറഞ്ഞ വെള്ളം നിങ്ങളെടുത്താൽ മാത്രം മതിയാവും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഫസ്റ്റ് തന്നെ ഇതാ ഈ ഒരു അളവിലാണ് ഞാൻ മുറിക്കുന്ന ഈ ഒരു കുപ്പിയുടെ ഹൈറ്റ് ഈ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ആ ഒരു പോയിൻ്റ് ഞാൻ ഇതുപോലെ ആ ഒരു ഗ്ലാസ് കട്ടർ ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വെച്ച ഗ്ലാസ് കട്ടർ ഷെയ്ക്കൊന്നും വരാത്ത രീതി, അതായത് അവിടെ തന്നെ പോയിൻ്റ് ചെയ്ത് നിൽക്കുന്ന രീതി വെച്ചിട്ട് നമ്മുടെ ആ ഒരു ബിയർ ബോട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ട് ഇതുപോലെ ആ ഒരു ഗ്ലാസ് കട്ടറിൻ്റെ ടിപ്പി ഒന്ന് ടച്ച് ചെയ്ത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ആ ഒരു ഗ്ലാസ് ബോട്ടിൽ ഒന്ന് സ്ക്രാച്ചായി കിട്ടും. കറക്റ്റായിട്ട് ഒരു സർക്കിൾ ഷേപ്പിൽ സ്ക്രാച്ചായി നമുക്ക് കിട്ടണം. അപ്പം അത് കിട്ടുന്നവരെ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണേലും പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നില്ല. ഇപ്പോൾ നോക്കുവാണെങ്കിൽ അവിടെ സ്ക്രാച്ചായി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളിതൊന്ന് എടുത്ത് നോക്കിയിട്ട് എവിടെയെങ്കിലും സ്ക്രാച്ച് ആകാത്തുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്ത് അതൊന്ന് പെർഫെക്റ്റ്ലി ഒരു റൗണ്ടാക്കി എടുക്കുക. ഇപ്പം ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആണോയെന്നില്ല, പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നല്ല. അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഒറ്റ ലൈന് ഇടാവുള്ളൂ, കൂടുതലിട്ടാൽ പൊട്ടിപ്പോകും. ഇതുപോലെ ആയിരിക്കും ലൈൻ വീണ് കഴിയുമ്പോൾ. ഇപ്പം നോക്കുവാണെങ്കിൽ ഒരു പെർഫെക്റ്റ് സർക്കിൾ കിട്ടിയിട്ടുണ്ട്. അത് ഫുള്ളും സ്ക്രാച്ചായി കിട്ടിയിട്ടുണ്ട് ആ ഒരു കുപ്പി. ഇനി അടുത്തതായിട്ട് നമ്മുടെ പരിപാടിയിലോട്ട് പോകാം. ഇതുപോലെ ആ ഒരു മെഴുകുതിരി ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കാറ്റുള്ളതുകൊണ്ടാണ് ഈ ഒരു മെഴുകുതിരി 3ആയിട്ട് ഒടിച്ച് കത്തിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഒരു മെഴുകുതിരി തന്നെ വെച്ചാൽ ധാരാളം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ആ ഒരു ബിയർ ബോട്ടിൽ അതിലോട്ട് വെച്ച് ഇങ്ങനെ ചുറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങളിങ്ങനെ ചുറ്റി കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. ആ ഒരു മാർക്ക് ചെയ്ത പോയിൻ്റ്, അതായത് നമ്മൾ ആ വരയിട്ട പോയിൻ്റ് മാത്രം ഇങ്ങനെ ആ ഒരു ഹീറ്റ് കൊടുക്കാവുള്ളൂ. കുപ്പിയുടെ ബാക്കി ഭാഗത്തോട്ടൊന്നും ഹീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിന് പകരം ഇങ്ങനെ ചൂടാക്കുന്ന പകരം ആ ഒരു നൂല് ചുറ്റിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാം. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബിയർ ബോട്ടിലായതുകൊണ്ട് ഇത് ക്യാപ്പ് ഒരാഴ്ച നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വെക്കാൻ പറ്റത്തില്ല. പക്ഷേ ചില വേറെ കുപ്പികളൊക്കെ ഉണ്ട്, നല്ല ഗ്ലാസ് ബോട്ടിൽസൊക്കെ ഉണ്ട്. അപ്പം അതിനൊക്കെ അടപ്പ് വരും. ആ അടപ്പിട്ടുകൊണ്ട് ഒരിക്കലും നിങ്ങളിതുപോലെ ഹീറ്റ് ചെയ്യരുത്. ഇങ്ങനെ ഏത് കുപ്പിയാണെങ്കിലും, ഏത് ഗ്ലാസിൻ്റെ കുപ്പിയാണെങ്കിലും നിങ്ങൾ ഇതുപോലെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ അടപ്പ് ഊരി വെക്കണം. വേറെ ഒരു വീഡിയോയിലും ഞാൻ എവിടെയും പറഞ്ഞ് കേട്ടിട്ടില്ല. നിങ്ങൾ ആ അടപ്പ് ഇട്ട് വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അതിൽ ഉണ്ടാകുന്ന ഒരു ഹീറ്റ്, അതിൽ ഫോം ചെയ്യുന്ന ഹീറ്റ് ആ ഒരു കുപ്പിക്ക് ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കും. പിന്നെ ആ ഒരു പ്രഷർ വേരിയേഷൻ, അതായത് നമ്മൾ പെട്ടെന്ന് കുപ്പി തണുപ്പിക്കുന്ന സമയത്ത് ഒരു പ്രഷർ വേരിയേഷൻ ഉണ്ടായിട്ട് ഈ കുപ്പി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ചില്ലൊക്കെ ഇങ്ങനെ തെറിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കുപ്പി അടച്ചു വെച്ചിട്ട് ഇതുപോലെ ചൂടാക്കല്ലേ. ഇങ്ങനെ ചുറ്റി അത്യാവശ്യം നല്ല രീതിയിൽ ചുറ്റി ഒന്ന് ചൂടാക്കി കഴിഞ്ഞ് ഇതുപോലെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആ ബക്കറ്റിലോട്ട് ഒന്ന് മുക്കി കൊടുത്താൽ മാത്രം മതിയാകും. ആ ഒരു കറക്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു പോർഷൻ എത്തിയപ്പോഴത്തേക്കും ആ ഒരു
കുപ്പി 2 ആയിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ നല്ലൊരു പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് സാൻഡ് പേപ്പറൊക്കെ ഉരച്ച് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. അതിനു മുമ്പ് ഇതിന് മുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഇതുപോലെ ഇങ്ങനെ കരി പറ്റിയിരിപ്പുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മെഴുകുതിരിയുടെയാണ്. അപ്പം അത് നിങ്ങളൊരു തുണി ഇങ്ങനെ നനച്ചിട്ട് തൂത്താൽ മതിയായിരിക്കും. നോക്കുകയാണെങ്കിൽ കരി കാണാൻ പറ്റും. അത് ജസ്റ്റ് ആ തുണി വെച്ചൊന്ന് ഇങ്ങനെ തൂത്താൽ ആ ഒരു കരി പോയി കിട്ടും. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കട്ടിങ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ നമ്മുടെ ആ ഒരു കുപ്പിയും കൂടി എടുത്തിട്ട് അതും ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് നോക്കാം. ഇപ്പം ഇത് രണ്ടാമത്തെ കുപ്പിയാണ്. ഇത് ഞാൻ സ്ക്രാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കറക്റ്റായിട്ട് റൗണ്ട് സർക്കിൾ ഒന്നും തന്നെയല്ലേ, റൗണ്ടി ഒന്ന് ഞാൻ ഇങ്ങനെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി ഇത് ഒന്ന് പതിയെ ഇങ്ങനെ കറക്കി നമുക്ക് ആ ഒരു കുപ്പി ചൂടാക്കി കൊടുക്കാം. ഞാൻ വീഡിയോ കട്ട് ചെയ്യാതെ ഇടാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടണം എത്ര നേരം ഇതൊന്ന് ഇങ്ങനെ ഹീറ്റ് ചെയ്യണം. പല വീഡിയോസിലും കാണിക്കുന്നത് അവർ ഇങ്ങനെ ഒന്ന് സ്പീഡ് ഓടിച്ചു വിടുകയാണ് ഇങ്ങനെ ചുറ്റിക്കുന്ന ആ ഒരു ഭാഗം. പക്ഷേ നമ്മുടെ വീഡിയോയിൽ എന്താ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് എത്ര നേരം നിങ്ങളിങ്ങനെ ഒന്ന് ഹീറ്റ് ചെയ്യണം. അപ്പം ആ ഓരോ പൊസിഷനും നിങ്ങൾ പതിയെ നിർത്തി വേണം ഇതുപോലെ ഹീറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പീഡിൽ കറക്കിക്കൊണ്ട് ഹീറ്റ് ചെയ്യാം. പക്ഷേ അത് അത്യാവശ്യം നല്ല തീ ഉള്ളപ്പോഴാണ്. ഇപ്പം ഇവിടെ ഞാൻ ഒരു മെഴുകുതിരി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ആ ഒരു മെഴുകുതിരി വെച്ചാണ് നമ്മൾ ഈ ഒരു ബോർഡിൽ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതുപോലെ പതിയെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. കറക്റ്റ് ആ ഒരു ലൈൻ ഇട്ടേക്കുന്ന ആ ഒരു ഭാഗത്ത് മാത്രം നിങ്ങൾ ആ ഒരു തീ ഫോക്കസ് ചെയ്യുക, ആ ഒരു ചൂട് വരുന്ന ഫോക്കസ് ചെയ്യുക. ബാക്കി മാറിപ്പോവാണെങ്കിൽ നമ്മുടെ സമയം ശരിയല്ലെങ്കിൽ കുപ്പി പൊട്ടിപ്പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷിച്ച് വേണം ഇതൊന്ന് ചെയ്യാനായിട്ട്. പിന്നെ ഇടയ്ക്ക് നിങ്ങളിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ്സൊക്കെ പൊട്ടി നല്ല ക്രാക്കി വീഴുന്ന ചെറിയ സൗണ്ട് കേൾക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒരു 2-3 റൗണ്ട് ചുറ്റിച്ചെടുക്കുക ആ ഒരു തീ. എന്നിട്ട് അങ്ങനെ കൊണ്ട് വെള്ളത്തിൽ മുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ആ തീ തന്നെ വെച്ച് ചുറ്റിച്ചുകൊണ്ട് കുറേ സമയം ഇരിക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ആ ഒരു പ്രഷർ താങ്ങാൻ പറ്റാതെ ആ കുപ്പി പൊട്ടിത്തെറിക്കും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. പിന്നെ സേഫ്റ്റി നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ബോർഡിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും ഗ്ലാസ് വെച്ചോണം, അതായത് കണ്ണാടി വെച്ചോണം. പറ്റുമെങ്കിൽ ഒരു ഗ്ലൗസും കൂടി ഇട്ടോണം. എന്നാൽ ഇപ്പോൾ ഞാൻ വെള്ളത്തിൽ മുക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് പൊട്ടി വന്നിട്ടില്ല. പക്ഷേ നിങ്ങളൊന്ന് പിടിച്ച് വലിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു കുപ്പി ഇങ്ങനെ വരുന്ന കാണാൻ പറ്റും. അതായത് അത്യാവശ്യം ഒന്ന് ഓവറായിട്ട് ചൂടാകുമ്പോഴായിരിക്കും അതൊന്ന് വിട്ട് വരിക. കറക്റ്റ് ഹീറ്റാണെങ്കിൽ ഇതുപോലെ ആ കുപ്പിയെ തന്നെ ഇരിക്കും. നമ്മൾ പിടിച്ച് വലിച്ച് കഴിയുമ്പോൾ എടുക്കും. ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കുപ്പി ചെറുതായിട്ടൊന്ന് കയറിപ്പോയിട്ടുണ്ട്. അതായത് നമ്മുടെ വരച്ചതിൻ്റെ മുകളിൽ കൂടിയാണ് പോയേക്കുന്നത്. അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലത്തെ ആ ഒരു ഗ്ലാസ് കട്ടർ, നമ്മൾ ആ ഒരു ഗ്ലാസ് മാർക്ക് ചെയ്യാൻ വേണ്ടി, ആ റൗണ്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച അതേ ഗ്ലാസ് കട്ടറിൻ്റെ താഴെ ഇതുപോലെ കുറേ ഷേപ്പുകൾ കാണും ഇങ്ങനെ ചതുരമായിട്ട്. അപ്പം അതിലേതാണ് നിങ്ങൾ ആ കുപ്പിക്ക് ചേരുന്നത് അതിട്ടിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ബോട്ടിൽ, അതായത് നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഈ ഒരു ബോട്ടിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. അപ്പം കട്ട് ചെയ്തു, അത് കഴിഞ്ഞ് സൈഡൊക്കെ ഒന്ന് എഡ്ജൊക്കെ സെറ്റപ്പാക്കി. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ സാൻഡ് പേപ്പറും കൂടി പിടിക്കണം കേട്ടോ. ആ ഒരു സാൻഡ് പേപ്പർ ഇട്ടൊന്ന് തൂത്ത് കൊടുക്കണം ആ ഒരു എഡ്ജസ് എല്ലാം കൂടി. എന്നാലേ കൈയൊക്കെ കൊള്ളുവാണെങ്കിൽ മുറിയാതിരിക്കത്തുള്ളൂ. ഇനി ഇതുപോലത്തെ ഒരു തുണി നനച്ചിട്ട് നിങ്ങളിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പറ്റിയേക്കുന്ന കരിയെല്ലാം പോയി കിട്ടും. ഓക്കെ, ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ബോട്ടിൽസ്. 3 ബോട്ടിൽസാണ്, 3 ടൈപ്പ് ബോട്ടിൽസാണ്. 2 ബിയർ ബോട്ടിൽസ് ആണ്. പക്ഷേ 2 കളറാണ്. ഒരെണ്ണം ഏതോ ഒരു ബ്രാൻഡിയുടെ കുപ്പിയാണ്. ആൻഡ് അതിൽ നമ്മളിതുപോലെ കുറച്ച് ചെടിയൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് മീനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ഡെക്കറേഷൻ വർക്ക്, അതായത് ഇനിയിപ്പം മീനല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനിടയിൽ ലൈറ്റ്സൊക്കെ വെച്ച് നല്ല രസമാക്കാൻ പറ്റും. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ നമുക്ക് മണി പ്ലാന്റ് അതുപോലത്തെ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വളർത്താൻ പറ്റും വീട്ടിനുള്ളിൽ തന്നെ. പിന്നെയും കുറേ കാര്യങ്ങൾ നമുക്ക് ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്ന് വെച്ചാൽ നിങ്ങളുടെ ലെവലിലിരിക്കുക. അതായത് ഞാൻ ചിന്തിക്കുന്ന പോലെ നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പം നമുക്ക് എന്താണോ ഈ ഒരു
സംഭവം വെച്ച് ഉപകാരപ്രദമാണ്. ചിലർക്ക് ഈ ഒരു ബേസ് എല്ലാവർക്കും നമ്മൾ ആദ്യം മുറിച്ച് ആ ഒരു മാറ്റി വെച്ചാൽ അതിൻ്റെ മുകൾ ഭാഗമായിരിക്കും ആവശ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതി ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു കുപ്പി ഇങ്ങനെ മാത്രമല്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം, ഏതൊരു പോർഷനിൽ വെച്ച് വേണമെങ്കിലും കട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.